നമുക്കിന്ന് നല്ലൊരു നെയ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. നെയ്മീൻ എന്ന് പറയുമ്പോൾ അയക്കൂറ എന്ന് പറയുന്നത് നെയ്മീൻ എന്ന് പറയും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായി വറുത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് കോരി മാറ്റാം. ഇനി ആ എണ്ണയിൽ തന്നെ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അത് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് വറുത്തെടുക്കാം. അത് വറുത്ത് കോരാം. ഇത് രണ്ടും കൂടി വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ആ പാൻ മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ മീനിൻ്റെ മസാല ഉണ്ടാക്കാം. ആദ്യം അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു ജാതിപത്രി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒരു തക്കോല, 4 ഗ്രാമ്പു. ഇത് ഇത്രയും കൂട്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അല്പം നേരം. ഇത് 8 പച്ചമുളകാണ്, എരിയുള്ള പച്ചമുളകാണ്. എനിക്കല്പം എരി വേണം, അതുകൊണ്ട് എരിയുള്ളത്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് വഴണ്ടി വന്നതിന് ശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞ് കനം കുറഞ്ഞത് ഇട്ട് നന്നായി വഴറ്റാം. അതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ നേരത്തെ സവാള വഴറ്റിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ ചേർത്തത്, ഞാനത് പറയാൻ വിട്ടുപോയി. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിയുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അത് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പകുതിയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം, അതിൻ്റെ എണ്ണയൊക്കെ വിട്ട് വന്നതിന് ശേഷം, ഒരു 7 കാഷ്യൂവും 7 ബദാമും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. മസാല ഒരു 10 സെക്കൻഡ് നന്നായി വെന്തതിന് ശേഷം നമുക്കതിൽ മീൻ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 1/2 കിലോ നെയ്മീനാണ് ഞാൻ എടുത്തത്. അത് മസാലയിലേക്ക് ഈ ഫ്രൈ ചെയ്ത മീൻ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കാം. അതിനായി നേരത്തെ സവാള വറുത്തതിൽ ബാക്കിയിരുന്ന വെളിച്ചെണ്ണ അതിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 4 ഗ്രാമ്പു, 2 ബേ ലീഫ്, 1 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം പട്ട, 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു 2 സെക്കൻഡ് നന്നായി റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ബസ്മതി റൈസിന് 4 കപ്പ് വെള്ളം, അതാണ് എൻ്റെ കണക്ക്. അരമണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റിയ 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. ആദ്യം അല്പം ചോറ് വെന്തു. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്യാം. അടിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് അടുക്കി
അവസാനത്തെ ചോറും ഇട്ട് ആദ്യം വറുത്ത് കോരി വെച്ചിരുന്ന സവാളയും കാഷ്യൂവും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം.